ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്. മെന്റൽ ഹെൽത്ത് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് WHO നടത്തുന്ന ഒരു ക്യാമ്പയിന്റെ പാർട്ടാവും കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ മെന്റൽ ഹെൽത്ത് കെയർ സെന്ററിന്റെ ഡയറക്ടർ, അതുപോലെ കിറ്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ അക്കാഡമിക് അഫയേഴ്സ് ചെയർമാൻ, ഒപ്പം തന്നെ പ്രൊഫസർ, MSM കോളേജിലെ പ്രൊഫസറും കൂടിയായ പ്രൊഫസർ അബ്ദുള്ള കുട്ടി സാറാണ് നമ്മുടെ കൂടെ ഇന്ന്. പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് അവയർനെസ് ആണ് നമ്മളുടെ ഇന്നത്തെ പ്രധാന വിഷയം. അപ്പോ അതിനെക്കുറിച്ച് സാറ് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് എന്ന നിലയ്ക്കും സോഷ്യലായിട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും പിന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. ഒപ്പം തന്നെ അക്കാഡമിക് രംഗത്തും ഇടപെടലുകൾ, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ഒരു ആളും കൂടിയാണ്, നല്ല ഒരു തെറാപ്പിസ്റ്റും കൂടിയാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എന്താണ് ഈ ഒരു, അതായത് മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതുപോലെ എങ്ങനെയൊക്കെ ആളുകൾക്ക് അതിനെ പ്രയോജനപ്പെടുത്താമെന്നതിനെ കുറിച്ചൊക്കെ സാറ് വിശദമായി സംസാരിക്കും. അപ്പൊ നമുക്ക് സാറിനെ കേൾക്കാം. സാർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സാറിന് തുടങ്ങാം. ഓക്കെ. മെന്റൽ ഹെൽത്ത് എന്ന വിഷയം വളരെയധികം പ്രാധാന്യപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ എന്നല്ല, യൂറോപ്പിലും അമേരിക്കയിലും വരെ ജനങ്ങൾക്ക് അത്ര ഒരു ബോധം ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയായി അവശേഷിക്കുകയാണ്. മെന്റൽ എന്ന വാക്ക് കേട്ടാൽ തന്നെ നമ്മൾ തിരിഞ്ഞു ഓടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആള് മെന്റലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്തേക്ക് ആരും പോവുകയില്ല. അപ്പോ മാനസിക രോഗം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞാല് ശരീരത്തിന് രോഗം വരുന്നത് പോലെ നമ്മുടെ മനസ്സിനും രോഗം വരും. അങ്ങനെ ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഉറപ്പായിട്ടും പോകും. പക്ഷെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മൾ കഴിയുന്നതും മൂടി വെക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയൊക്കെ ചെയ്യാനാണ് നമുക്ക് കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത്. കാരണം അത് ഒരു മോശമായ സംഭവമാണ്, മോശമായ അസുഖമാണ്. നാട്ടുകാർ അറിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നൊക്കെയുള്ള കുറേ അധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ ജനങ്ങളുടെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിങ്ങിന് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ നമ്മളൊരാളെ കൗൺസിലിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ ഉടനെ അയാളുടെ മറുപടി വരുന്നത് നിങ്ങൾ എന്നെ മനോരോഗിയാക്കിയോ എന്നാണ്. അപ്പോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിന് രോഗമുള്ളവർക്കാണ് കൗൺസിലിംഗ് എന്ന് അതും ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിന് രോഗമുള്ളവർക്കല്ല കൗൺസിലിംഗ് ചെയ്യുന്നത്. മാനസിക രോഗികൾക്ക് കൗൺസിലിംഗ് ആരും ചെയ്യാറില്ല, അത് ചെയ്യാൻ പറ്റുകയുമില്ല. അതേസമയം ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഒരു കൗൺസിലിംഗ്, ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ വാക്ക് കൗൺസിലിംഗ് തന്നെയാണ്. വെറും ഉപദേശമല്ല, നമ്മൾ ഒരു ഉപദേശം കൊടുക്കുകയല്ല. ആ ക്ലയന്റിനെ കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അയാൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോധ്യപ്പെടുന്നതിലൂടെ അയാൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാകുകയാണ് ചെയ്യുന്നത്. അതാണ് കൗൺസിലിങ്ങിന്റെ പ്രത്യേകത. ഇതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ മനുഷ്യന് പ്രശ്നമുണ്ടാകുന്നത് പലപ്പോഴും
ഈ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടുമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതെ അതെ അല്ലാതെ പ്രസന്റിനെ കുറിച്ച്, ഇപ്പോൾ വർത്തമാന കാലത്തെക്കുറിച്ചുള്ള ചിന്തകളല്ല മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയം നമ്മൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ നമുക്കറിയാം, നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവയ്ക്ക് യാതൊരു ടെൻഷനില്ല, യാതൊരു പ്രയാസമില്ല. അങ്ങനെ ഒരു കൊളസ്ട്രോളിന്റെ പ്രശ്നമോ ഹാർട്ട് അറ്റാക്കോ ഇങ്ങനെയുള്ള യാതൊരു രോഗവും വന്ന് ഒരു മൃഗവും മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിന്റെ കാരണം മൃഗങ്ങൾക്ക് ഈ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് തന്നെ മനുഷ്യന് ഇങ്ങനെയുള്ള ചിന്തിക്കാനുള്ള കഴിവ്, ഒരു കുറച്ച് അതിന്റെ സ്പേസ് കുറച്ച് കൂടുതലായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. പക്ഷെ ആ അനുഗ്രഹമായി ദൈവം തന്നിട്ടുള്ള ആ കാര്യം നമ്മളത് ദുരുപയോഗം ചെയ്യുകയാണ്, മിസ്യൂസ് ചെയ്തിട്ട് അത് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായി, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പൊ അത് ചിന്തിച്ച് ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കെമിസ്ട്രി മാറുക ചെയ്യുന്നു. അപ്പൊ പല ഹോർമോണുകളും, കോർട്ടിസോള് അല്ലെങ്കിൽ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി തീരുകയും ചെയ്യും. നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നു, പ്രഷർ കൂടുന്നു, ഷുഗർ ലെവൽ കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു. അപ്പൊ ഇങ്ങനെ കുറെ അധികം ദോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. ഇത്തരം ഒരു ചെറിയ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചാല്, എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, ഒരു കോയിന് രണ്ട് വശങ്ങളുള്ളത് പോലെ. ഉദാഹരണത്തിന്, ഒരാള് കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി പോയ വർഷങ്ങളിൽ നടന്നൊരു സംഭവമാണ്. കുറെ ലക്ഷങ്ങള് രൂപ നഷ്ടപ്പെടുത്തി. അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ അയാളുടെ മനസ്സിൽ ഈ പറഞ്ഞ മനസ്സിൽ ചിന്ത വരുമ്പോൾ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ അയാൾ അങ്ങനെ ചിന്തിച്ച് അയാൾ രോഗാവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് ശാരീരിക രോഗത്തിന് എന്ന് പറഞ്ഞാൽ മനോജന്യ ശാരീരിക രോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വകുപ്പിലേക്കാണ് അത് പോകുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ചിന്തിച്ചു പോയത് പോയില്ലേ, അതിന് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ദൈവം ഇപ്പോഴും ആയുസ് നൽകിയിട്ടുണ്ട്, അതൊരു അനുഗ്രഹമാണ്. അപ്പൊ നമ്മൾ അതിന്റെ മറുവശമാണ് ചിന്തിക്കുന്നത്. പൈസ പോയി, പക്ഷേ നമുക്ക് ജീവിച്ചിട്ടുണ്ട്, നമുക്ക് ആയുസ്സുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിലുള്ള ഒരു അവസ്ഥയുടെ വാല്യൂ മനസ്സിലാക്കുക, വർത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയുടെ ഒരു വാല്യൂ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ. നമുക്ക് ഇതിന്റെ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമുക്കിങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ അതിന്റെ മറുവശം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റി ഒരു നല്ല ചിന്തയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അവിടെ ഒരാളുടെ ഇടപെടൽ ആവശ്യം ഉണ്ടാവില്ലേ? കാരണം ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹം അറിയാതെ ചിന്തകൾ ഇങ്ങനെ എക്സസീവ് ആയിട്ട് ഒരു പ്രത്യേക ഭാഗത്തോട്ട് നീങ്ങുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഇന്റർവെൻഷൻ ആവശ്യമുണ്ടല്ലോ, ഒരു തെറാപ്പിസ്റ്റിനെയോ, അല്ലേ സാറേ? അതെ, ഒരു തെറാപ്പിസ്റ്റിനെ കാണാം. അതെ, ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അത് സ്വന്തമായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപക്ഷെ അയാളുടെ ചിന്ത ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള വിഷയത്തിലോട്ട് വരുന്നില്ല. ഇപ്പൊ ഞാൻ ചില ക്ലയൻസിനോടൊക്കെ പറയും,
നിങ്ങൾ കഴിഞ്ഞുപോയ നിങ്ങളുടെ അനുഭവങ്ങളിൽ ഏറ്റവും നല്ല ഒരു അനുഭവം ഒന്ന് ഓർത്തെടുത്ത് എന്ന് പറയുമ്പോ 10, 30, 40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പോലും അവരുടെ ആ മൊത്തം ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു നല്ല കാര്യം ഓർത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മറ്റൊന്നുമല്ല, കാരണം അവരുടെ മനസ്സിൽ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്, അടിഞ്ഞുകൂടിയിരിക്കുക. മറ്റത് അവരുടെ സബ്കോൺഷ്യസ് മൈൻഡില് ആ മറ്റേ സംഭവം ഉണ്ടെങ്കിലും അതവര് എപ്പോഴും എടുക്കാത്തത് കൊണ്ട് ആ സംഭവം ഇങ്ങനെ മറഞ്ഞ് ചെളി മൂടി, നമ്മള് ഇപ്പൊ ഒരു തോട്ടില് ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് ചെളി മൂടി അങ്ങനെ കിടക്കും. പിന്നെ എന്തെങ്കിലും ഈ തോട് വെട്ടുമ്പോഴായിരിക്കും ഈ സാധനം പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ വെട്ടാനായിട്ട് പുറത്ത് ഒരാളുടെ ആവശ്യം വരുന്നു, പുറത്തു നിന്ന് ഒരാളുടെ ആവശ്യം വരുന്നു. അതാണ് ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൗൺസിലർ അയാളുടെ ചെയ്യുന്നത് അയാളുടെ ഈ പറഞ്ഞ ഉപബോധ മനസ്സിൽ മറഞ്ഞ് മൂടിക്കിടക്കുന്ന, ചെളി വീണ് മൂടിക്കിടക്കുന്ന ചില നല്ല നല്ല കാര്യങ്ങളെ, അനുഭവങ്ങളെ അയാൾ പുറത്തെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യും കൗൺസിലർ, അതിന് ഹെൽപ്പ് ചെയ്യാണ് അല്ലെ. അതായത് ഇങ്ങനെ പോസിറ്റീവ് ചിന്തകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാല്യൂ ഉള്ള അവസ്ഥയെ അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലാക്കിയെടുക്കാനും കണ്ടെത്താനും ഡിസ്കവർ ചെയ്യാൻ, സംഭവം മൂടിക്കിടക്കുകയാണല്ലോ, ആ കവർ നീക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യൽ മാത്രമാണ് കൗൺസിലർ ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യാണ്, നമ്മളൊന്ന് ഒരു ഹെൽപ്പർ എന്നുള്ള നിലക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ആ സംഭവം എടുക്കാൻ അവർക്ക് സ്വയം കഴിവില്ലാതെ വരുന്ന ഒരവസ്ഥയിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ അവരെ നമുക്ക് ഇപ്പൊ നല്ല ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ അവരുടെ ഈ നെഗറ്റീവ് ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. അതെ അതെ അതെ. ശരിക്ക് ഒരു ഹെൽത്ത് സർവീസ്, ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു പുതിയ വാഹനം നിരന്തരം ഇത്രയും വർഷം കഴിയുമ്പോൾ, ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ അതിനെ ഒന്ന് സർവീസ് ചെയ്യണമെന്ന് പൊതുവെ മാനുഫാക്ചറർ നമ്മളോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മെന്റൽ ഹെൽത്ത് ചെക്ക് നടത്തുന്നത് ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാറിന്റെ അഭിപ്രായം അതിനെ കുറിച്ച്? കാരണം ശരിക്ക് വണ്ടി സ്റ്റക്കാവുമ്പോ മാത്രമാണ് പലപ്പോഴും നമ്മളെ ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് മറ്റൊരാളെ സമീപിക്കാൻ തയ്യാറാവും. അതുവരെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചെറിയ ഇഷ്യൂസ് ഒക്കെ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും, പക്ഷെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റത്തില്ല. അവിടെയാണ് ഈ മെന്റൽ ഹെൽത്ത് ഇന്റർവെൻഷൻസ് ആവശ്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. സാറിന് എന്താ പറയുന്നത്? അത് 100% ശരിയാണ് സാറ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോ നമ്മളുടെ ശരീരത്തിന് ഒരു ഓട്ടോമാറ്റിക് സംവിധാനമുണ്ട്, റിപ്പയറിങ്. നമ്മളെ ബോഡി റിപ്പയറിങ്ങും മെയിൻ്റനൻസും, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പുതിയത് വാങ്ങിച്ചിടുക, പഴയത് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് ചെയ്യാവുന്നത് അങ്ങനെ ഇടുക. ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ ഉറങ്ങുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ശരീരത്തിന്റെ കാര്യത്തിൽ സാറി പറഞ്ഞതുപോലെ ഒരു ബസ് ഓടി വന്ന് രാത്രി അത് റിപ്പയറിങ്ങിന് വേണ്ടി കയറ്റുകയാണ്. ആ രാത്രി റിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കുന്ന വണ്ടിയാണ് രാവിലെ ഡ്രൈവർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഒരു സംവിധാനം ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനസ്സിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ശരീരത്തിനുള്ളത് പോലെ മനസ്സിന് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു കൺസോളിഡേഷൻ അല്ല, മെമ്മറി, അതായത് എക്സ്പീരിയൻസുകൾ മെമ്മറിയിലിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം മെന്റലായിട്ട് അതും ഉണ്ടല്ലോ. നമ്മൾ നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ എല്ലാ മെമ്മറീസും കൺസോളിഡേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും ഇവിടെ തന്നെ നടക്കൂലേ? നാച്ചുറൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉള്ള നമ്മുടെ മെമ്മറീസ് എല്ലാം
കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു എനർജിയെ നമുക്ക് അതിനെ ഒന്ന് ക്രമീകരിക്കാനുള്ള സ്പേസ് നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ മെന്റലായിട്ട്. അതെ, അത് സാധാരണഗതിയിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട്, ഞാൻ നേരത്തെ ശരീരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അത്ര സിസ്റ്റമാറ്റിക്കും ഓട്ടോമാറ്റിക്കുമായിട്ട് മനസ്സിന്റെ കാര്യത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിന് ഒരു ട്രെയിനിങ് കൊടുത്ത് മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ, അതൊരു ബോധപൂർവമായിട്ടുള്ളൊരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടായാൽ മാത്രമേ മനസ്സിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാവും. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് അത് മാറണമെങ്കിൽ നമ്മളിൽ നിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടാകണം. ഈ ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടാക്കുന്നതിനാണ് ഒരു കൗൺസിലർ തന്റെ ക്ലയന്റിനെ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ അടുത്ത് പോകണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശരീരത്തിന്റെ കാര്യം പറഞ്ഞത്, ശരീരത്തിന് ഈ ഓട്ടോമാറ്റിക് ഇതുണ്ടെങ്കിലും ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ നശിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം വഷളാകുന്നത്. അപ്പൊ അവിടെയും നമ്മളിൽ നിന്നുള്ള മോശമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം വഷളാകുന്നത്. അപ്പോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഈ മെന്റൽ കേസിൽ നമ്മളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങള്, മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കുക, ഉദാഹരണത്തിന് ഒരു ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ മനസ്സിൽ കുറെ മെമ്മറികളെ കോർഡിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മെക്കാനിക്കൽ മോട്ടോർ ആക്ടിവിറ്റി, മോട്ടോർ എന്ന് പറഞ്ഞാൽ ചലനം എന്നുള്ള അർത്ഥത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ മെമ്മറികൾ നമ്മൾ തലച്ചോറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വണ്ടി കയറിയിരുന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കുകയല്ല. വണ്ടി കയറിയിരുന്നാൽ കീ ഇടുക, സ്റ്റാർട്ടാക്കുക, ഗിയർ ഇത് ഫസ്റ്റിലിടുക, ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അത് കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കാറില്ല. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കാരണം അത് മെമ്മറിയിൽ ശരിക്ക് പ്രോഗ്രാംഡ് ആയി കഴിഞ്ഞു. ഇതുപോലെ മെമ്മറിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഓട്ടോമാറ്റിക് നടന്നോളും. അതെ സാറേ, സാധാരണക്കാരെ സംബന്ധിച്ച് അവര് സെൽഫായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു മെന്റൽ പിക്ചർ കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ടൂള്, പൊതുവിൽ ഇപ്പൊ ഒരു കൗൺസിലറെ സമീപിക്കാതെ തന്നെ ഈ നെഗറ്റീവ് ചിന്ത ഇഷ്ടംപോലെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും NLP ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും സാറിനൊന്ന് സജസ്റ്റ് ചെയ്യാം സാധാരണക്കാർക്ക്? ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ പറയാം. ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത്. ഞാനൊരു ചെറിയ കഥ പറയാം. അത് നമ്മള് ചിറമേൽ അച്ഛൻ എന്ന് പറയുന്ന ആ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന ഇതിന് ഉള്ള ചിറമേൽ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടൊരു കഥയാണ്. ഒരു ആശുപത്രിയില് ഒരു അത്യാസന്ന നിലയിൽ ഒരാള് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ ബെഡില്ല. അങ്ങനെ 2 ബെഡിന്റെ ഇടയ്ക്ക് അയാൾക്ക് കിടക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കും. അപ്പോ ഇയാളിങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നോക്കുമ്പോ ആരെയും കാണുന്നില്ല. കട്ടിലാണല്ലോ മറ്റൊരു കിടക്കുന്നത്. അപ്പൊ ഇയാളുടെ വലതുവശം കട്ടിലിൽ കിടക്കുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഇയാൾ പറഞ്ഞു, നിങ്ങള് ആ പുറത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ കാണുന്ന ആ സീനറിയൊക്കെ ഒന്ന് എനിക്കൊന്ന് വിവരിച്ചതാ, ഞാനിവിടെ ഒന്നും എനിക്ക് കാണാൻ പറ്റാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അയാള് സംസാരിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്തൊരു മനോഹരമായ ഒരു സീനറിയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അകലെ ഇങ്ങനെ മലകൾ ഇങ്ങനെ
ഒടിവും വളവും ഒക്കെ ആയിട്ട് മലകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അതിന്റെ താഴ്വാരത്ത് കൂടി ഒരു അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ അരുവിയുടെ അടുത്ത് കുറെ കൊക്കുകളും കുറെ മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കാനും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സീനാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ താഴേക്ക് വളരെ അവശതയിൽ കിടന്ന ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു നല്ല ചിത്രം ഈ മുകളിൽ കിടക്കുന്ന രോഗി ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ താഴെ കിടക്കുന്ന ആൾ ഇത് കണ്ടിട്ടില്ല. ആ പറഞ്ഞു കേട്ടതിൽ നിന്ന് മാത്രം അയാളുടെ മനസ്സിൽ ഒരു നല്ല ചിത്രം വരികയും അയാളുടെ മനസ്സ് വളരെ സന്തോഷം ഉള്ളതായി തീരുകയും ചെയ്യും. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ പര്യവസാനം വരുന്നത് വേറൊരു ഒരു മോറൽ ഒരു ടീച്ചിങ്ങിലോട്ടാണ് വരുന്നത്. അതായത് ഒരു ദിവസം ഇയാള് ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ അയാള് ചോദിച്ചു, എന്തേ കട്ടിലിൽ കിടന്നിരുന്ന ആള് എന്തേ? അപ്പോ നേഴ്സ് പറഞ്ഞു, അയാള് മരിച്ചുപോയി. അപ്പോ ഇയാള് പറഞ്ഞു, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ എല്ലാ ദിവസവും പുറത്ത് നടക്കുന്ന ആ മനോഹരമായ കാഴ്ചകൾ, മലകളും അരുവി പുഴയും അതിന്റെ തീരത്തുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ചു തരുമായിരുന്നു. ഇനിയിപ്പോ എനിക്ക് ആരുണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ എന്ന് ചോദിച്ചപ്പോ നേഴ്സ് പറഞ്ഞു, അല്ല അതിന് അയാൾ അന്ധനായിരുന്നല്ലോ. ആ മുകളിൽ കട്ടിലിൽ കിടന്ന ആള് അന്ധനായിരുന്നു. മാത്രമല്ല ഇവിടെ ജനലിൽ കൂടെ നോക്കിയാൽ ഇവിടെ ഒരു മലയില്ല, പുഴയില്ല, ഒന്നുമില്ല. അത് ശരി. അപ്പോ ആ ഒരു അന്ധനായ മനുഷ്യന്, ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ അയാളെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച ഒരു ചിന്തയാണത്. ആ നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു പ്രകൃതി ദൃശ്യം ആ ആൾക്ക് വിവരിച്ചു കൊടുത്തു എന്നുള്ളത് അതൊരു നന്മയാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു ചെലവും ഇല്ലാത്ത ഒരു നന്മ. പക്ഷെ അതിനൊരു മനസ്സുണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക്, ഇപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു സീനറി, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ പഴയ കാലത്ത് നമ്മള് പാസ്റ്റില് നമ്മള് ചെയ്തിട്ടുള്ള യാത്രകള്, ടൂറുകള്, അങ്ങനെയുള്ള ഇത്, ബോട്ട് യാത്ര അല്ലെങ്കിൽ വള്ളത്തിലുള്ള യാത്ര, ഇങ്ങനെയുള്ള യാത്രകളുടെ അനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് വെറുതെ ഓർക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലയന്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒന്നും ഓർക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അത് അയാൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടവർ. ഒരു പുതിയ സംഭവം അയാൾ ഊട്ടിയിൽ പോകുന്നതായിട്ടും ഊട്ടിയിൽ ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നതായിട്ടും ഒക്കെ അയാള് ഇമാജിൻ ചെയ്തെടുക്കേണ്ടവർ, സൃഷ്ടിച്ചെടുക്കേണ്ടവർ. അതല്ലെങ്കിൽ പഴയതെടുക്കുക. ഇങ്ങനെ എടുത്ത് ആ ചിന്ത വന്ന് നമ്മുടെ മനസ്സിൽ നല്ല ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് അതിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നിർത്താൻ, ആങ്കറിങ് എന്ന് പറയും അതിന്. നമ്മൾ ഈ വലത് കൈയില് ചൂണ്ടുവിരലും തള്ളവിരലും കൂടി കൂട്ടിപ്പിടിക്കുക, ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ആ ദൃശ്യം കുറച്ചു നേരം കൂടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ദൃശ്യം സേവ്ഡായി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പഴയ ചില പോസ്റ്റ് ചെയ്ത ഫോട്ടോകളൊക്കെ ഫേസ്ബുക്ക് അവർ ചോദിക്കും, നിങ്ങള് 15 വർഷം മുമ്പുള്ള മെമ്മറിയാണത്, നിങ്ങൾക്കിത് സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആ 15 വർഷം അല്ലെങ്കിൽ അത്രയും വർഷം മുമ്പ് നടന്ന ആ സംഭവം അവർക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ വളരെ 10 കൊല്ലോ അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പോ നടന്ന ആ സന്തോഷകരമായ സന്ദർഭം നമുക്ക് മനസ്സിൽ ഒന്നുകൂടി സേവ് ചെയ്യാൻ പറ്റുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണടച്ചിരുന്നു കൊണ്ട് വീണ്ടും നമ്മൾ ഈ കയ്യിലെ ഈ തള്ളവിരലും ചൂണ്ടുവിരലും ടച്ച് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുക. ഇത് ടച്ച് ചെയ്യുമ്പോൾ ഉടനെ അവിടെ ന്യൂറൽ പാത്വേ എന്ന് പറയും, നമ്മുടെ തലച്ചോറിലേക്കുള്ള ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ആ മെമ്മറി നമ്മുടെ മനസ്സിൽ വരും. ഇത് ചെയ്തു കഴിഞ്ഞാൽ വരുമായിരിക്കും, അതിന്റെ ഹാപ്പി കെമിക്കൽസും കൂടെ അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമായിരിക്കുമല്ലോ അല്ലേ? അതെ, നമ്മൾ ആ സീൻ വരുമ്പോ നമ്മള് ഒറിജിനലായിട്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഹാപ്പി ഹോർമോൺസ് ഉണ്ടായിരുന്നോ ആ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇത് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോ ഈ സീൻ നമ്മുടെ മനസ്സിൽ, അത് 15 ചിലപ്പോ 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഹാപ്പി ഹോർമോൺ അന്നുണ്ടായ അതേ ഹാപ്പി ഹോർമോൺ നമ്മുടെ മനസ്സിൽ ഈ 15 വർഷം കഴിഞ്ഞ നമ്മൾ ടച്ച് ചെയ്യുമ്പോ അതേ ആ ശാരീരിക കെമിസ്ട്രി രൂപപ്പെടുന്നു. അപ്പൊ നമുക്ക് സന്തോഷം വരുന്നു, സന്തോഷം. സാറേ ഇത് പറയുമ്പോ ഞാൻ ഓർക്കുന്നത് നമ്മളെ റോണ്ട ബേണിന്റെ മറ്റേ സീക്രട്ട് എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിന്റെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, സീക്രട്ട്. അതില് മുഴുവനും ഇതിപ്പോ നമ്മള് ഒരു ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്, മെന്റൽ പിക്ചറിനെയാണ് സാറ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത്. എങ്കിൽ നമ്മളെ ശരീരത്തിന്റെ അകത്തേക്ക് തന്നെ നോക്കിയിട്ട് നമ്മള് എവിടെങ്കിലും നമുക്ക് തകരാറുണ്ടെങ്കിൽ തകരാറില്ലാത്ത ഒരു ഓർഗൻ, പ്രശ്നമില്ലാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അത് നമുക്ക് ഇന്ന് ചെയ്തു തരുന്ന ഒരു സർവീസ്. ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അത് നിരന്തരം ഫങ്ഷൻ ചെയ്തുകൊണ്ട് നമ്മളെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനൊക്കെ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാവുകയും നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ആവുകയും ചെയ്യും എന്ന് പറയുന്ന ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. സാറ് തന്നെയായിരുന്നു ഈ പുസ്തകം വായിക്കാൻ എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, സാറിന്റെ ഷെൽഫിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആയല്ലോ, ഔട്ട്വേർഡും ഇൻവേർഡും രണ്ടും നമുക്ക് എന്തൂസിയാസ്റ്റിക് ആക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും വളരെ നല്ല ഒരു ടൂളാണ് സാറ് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ടൂളാണ് ഇവിടെ നമ്മളെ മുമ്പിൽ പ്രസന്റ് ചെയ്തു തന്നത്. അതുപോലെ നല്ലൊരു കഥയിലൂടെ ആ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശിക്കുന്നു. മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും ഈ ഒരു കോൺവെർസേഷൻ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാം. സാറിന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ തൽക്കാലം അതിന്റെ പേര് നമുക്ക് മറ്റൊരു സെഷനിലേക്ക് അടുത്തൊരു തവണ നമുക്ക് വീണ്ടും വരാം. സാറ് ഇതിലേക്ക് മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും സൈക്കോസൊമാറ്റിക് എന്ന് സാറ് പറഞ്ഞത് മനോജന്യ ശാരീരിക രോഗങ്ങളാണ് പലപ്പോഴും. എൻ്റെ അടുത്തേക്ക് തന്നെ പല ഊരവേദനയൊക്കെ ആയിട്ട് വരുന്ന പല കേസുകളും അവരുടെ കേസ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്ത ബോധം അവർക്ക് താങ്ങാവുന്നതിലപ്പുറം വന്നതുകൊണ്ട് ഊരവേദന സഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ മെന്റൽ പിക്ചർ മാറ്റിക്കൊടുത്ത് അവരിലെ ഒരു എനർജിയും എന്തൂസിയാസം നിറച്ചു കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു മാനസികാവസ്ഥയ്ക്ക് മാറുകയും ആ അസുഖം തന്നെ ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ള അനുഭവം കൂടെ എനിക്കുണ്ട്. സാറിന് അനവധി ഉണ്ടാവും പറയാൻ. എന്തായാലും നമ്മളെ സമയ ലിമിറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് 2 മിനിറ്റും കൂടി ഉണ്ടാവും. സാറ് കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ഞാന് ഇപ്പൊ നമ്മളിത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ചികിത്സക്ക് ഒരാള് പോകാൻ തുടങ്ങിയാൽ അത് ആ കൗൺസിലർ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് വരെ അയാൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണമെന്ന് പറയും, പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ട് ആളെ കാണത്തില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കും അയാൾ വേറെ എവിടെയോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് കേൾക്കും.
സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് തെറ്റാണെന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, നമ്മളെ വീടിന്റെ അടുത്തുകൂടി ഒരു ചെറിയ നീരൊഴുക്ക് ഉണ്ടാകും. ഒരു നീരൊഴുക്കുണ്ടാകും. അത് ക്രമേണ ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോ നമ്മൾ ആ സമയത്ത് ആ നീരൊഴുക്കിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാൽ നമുക്കത് എളുപ്പം നടക്കുന്നൊരു കാര്യമാണ്. അതല്ല, ആ നീരൊഴുക്ക് വർദ്ധിച്ച് വീടിന്റെ സൈഡിലൂടെ അതൊരു പുഴയായി മാറിയാൽ പിന്നെ നമുക്കത് ഒരിക്കലും തിരിച്ചുവിടാനോ ഒന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരു ഉദാഹരണം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനായിട്ട് അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ സമീപിക്കുകയും അവര് അത് പറയുന്നത് വരെ നമ്മളെ ചികിത്സ തുടരുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഈ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ അസുഖം വർദ്ധിക്കുകയും ഭയങ്കര വലിയ ഒരു പ്രശ്നത്തിലോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൗൺസിലറിനെ സമീപിച്ചാൽ അത് അയാൾ പറയുന്നത് വരെ അവിടെ പോവുകയും അത് ചികിത്സ തേടുകയും നമ്മളത് പൂർണ്ണമായി ഒരു ആശ്വാസം നമുക്ക് മാറി എന്ന് തോന്നുന്നത് വരെ അത് ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഈ മെന്റൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. വളരെ സന്തോഷം സാറ്. നമ്മളെ സമയപരിധി അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സാറ് ഒന്നും കൂടി വരണം, അടുത്തൊരു സെഷനിൽ വരണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. എന്തായാലും ഒരു ബ്ലെസ്സിങ് ആണ് സാറിന്റെ ഈ ഒരു പ്രസൻസ്, സംസാരവും ഒരുപാട് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ വീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദിയും പറയാണ്. വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.